ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലിഷ് വിത്ത് ആര്യ. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെയാണ് കൊളാബറേഷൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോണത് കേട്ടോ. അതായത് കുറേ പേർക്കിട്ടുള്ള ഡൗട്ട്സ് ആണ്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൊളാബറേഷൻസ് ബ്രാൻഡിൽ നിന്നും കൊളാബറേഷൻസ് കിട്ടുമോ, അല്ലെങ്കിൽ എങ്ങനെയാണോ കൊളാബറേഷൻസ് കിട്ടുക, നമ്മൾ ചുമ്മാ ഇരുന്ന് നമുക്ക് കൊളാബറേഷൻസ് അതായത് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു കൊളാബറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് കുറേ കൊളാബറേഷൻസ് കിട്ടിയിട്ടുണ്ട്, അത് എങ്ങനെയാണ് എനിക്ക് കിട്ടിയത്, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേയധികം കൊളാബറേഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കൊളാബറേഷൻസ് എനിക്ക് കിട്ടിയെന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ പേരുടെ എന്നെ പോലെ തന്നെ, അതായത് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തും എനിക്കുണ്ടായ ഡൗട്ട്സ് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊക്കെ ഒരു വീഡിയോ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് മാത്രമല്ല, നിങ്ങൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ചാനൽ വ്യൂസൊക്കെ കുറവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കമൻറ്റും ചാനലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അവരിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കും അത്യാവശ്യം ഒരു സപ്പോർട്ട് കിട്ടുമല്ലോ. അപ്പോൾ അത് ഉദ്ദേശിച്ചാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൽ നല്ല ബെസ്റ്റ് കമൻറ്റ് ഞാൻ എടുത്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് കുറേ കൊളാബറേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ, കൊളാബറേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചുമ്മാ ഇരുന്നാൽ മതി, ഇങ്ങോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമെന്നായിരുന്നു എൻ്റെ ഫസ്റ്റത്തേക്ക് ആ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത്. അപ്പം അതല്ല എന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. പിന്നെയാണ് ഞാൻ കൊളാബറേഷൻസ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്താണ് കൊളാബറേഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് 3 തരത്തിലുള്ള കൊളാബറേഷൻസ് ഉണ്ട്. പെയ്ഡ് കൊളാബറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് തന്നെ ഉള്ള കൊളാബറേഷൻസ് ഉണ്ട്, പിന്നെ ബാർട്ടർ കൊളാബറേഷൻ ആണ് കേട്ടോ. അപ്പം പെയ്ഡ് കൊളാബറേഷൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പൈസ നമുക്ക് ഇങ്ങോട്ട് തരും, അവർ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്ത് തരുകയും ചെയ്യും, പൈസ ഇങ്ങോട്ട് തരുകയും ചെയ്യും, എന്നിട്ട് നമ്മളത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ എന്ന് പറയുന്നത് ബാർട്ടർ കൊളാബറേഷനാണ് കൂടുതൽ പേരും ചെയ്യുന്നത്. ബാർട്ടർ കൊളാബറേഷൻ അതായത് തുടക്കക്കാർ, കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ, അങ്ങനെയൊക്കെയുള്ളവർ കൂടുതലും ബാർട്ടർ കൊളാബറേഷനാണ് ചൂസ് ചെയ്യുക കേട്ടോ. അതായത് നമുക്ക് പ്രൊഡക്റ്റ് അവർ തന്നെ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കും, നമുക്ക് അതിൽ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ ഒന്നിനും പൈസ കൊടുക്കണ്ട, ആ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്ത് തരുന്ന ആ പ്രൊഡക്റ്റ് നമ്മൾ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ വരുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുള്ള കൊളാബറേഷൻസ്. അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള ആപ്പിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മുടെ പൈസ കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ എത്രയാണ് പൈസ മുടക്കിയത് അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും കേട്ടോ. അവരുടെ ആൾക്കാരെ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. നമ്മൾ അതിന് റിവ്യൂ കൊടുക്കണം. പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം റിവ്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണോ നമ്മൾ ചിലവാക്കിയത് അത് നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്ത് തരും. പക്ഷേ അതങ്ങനെ ആരും ചൂസ് ചെയ്യാറില്ല, ഞാനും അങ്ങനെ ചൂസ് ചെയ്യാറില്ല. കാരണം നമുക്കത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പൈസ വേസ്റ്റ് ആവും, പിന്നെ നമുക്കത് ആ പ്രോഡക്റ്റ് യൂസ്ഫുൾ ആവണമെന്നില്ല. അപ്പോൾ അത് ഞാൻ കൂടുതലും ചൂസ് ചെയ്യാറില്ല. ഓക്കെ. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഹൗ ടു ഗെറ്റ് കൊളാബറേഷൻസ്, എങ്ങനെ നമുക്ക് കൊളാബറേഷൻ കിട്ടും. അപ്പോൾ കൊളാബറേഷൻസ് കിട്ടും, ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എന്താണ് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണോ അതോ ബ്രാൻഡ് നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ കൂടുതലും എനിക്ക് ഇങ്ങോട്ട് ഞാൻ അപ്രോച്ച് ചെയ്യാണ്ട് എനിക്ക് വന്നിട്ടുള്ള ഒരേ ഒരു കൊളാബറേഷനാണ്. അതായത് എൻ്റെ ഫസ്റ്റത്തെ കൊളാബറേഷനും ചിക് ന്യൂട്രിക്സിൻ്റെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ കൊളാബറേഷനായിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതിനുശേഷമാണ് എനിക്ക് എങ്ങനെയാണ് കൊളാബറേഷൻസ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കൊളാബറേഷൻസ് കിട്ടും എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ആപ്പുകളാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ആപ്പിൻ്റെ പേരൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുക കേട്ടോ. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പം അതിൽ നിന്ന് നമുക്ക് കൊളാബറേഷൻസ് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, അതിൽ നിന്ന് നമുക്ക് കൊളാബറേഷൻസ് കിട്ടും. പിന്നെ എനിക്ക് കൂടുതലും കിട്ടിയിട്ടുള്ള കൊളാബറേഷൻസ് ഈ പറയുന്ന ബഡ്ഡിങ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചോയ്സസ് ഉണ്ട്. ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറേയധികം പ്ലാറ്റ്ഫോംസ് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ കുറച്ച് പേരുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ എനിക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത് ഈ ബഡ്ഡിങ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ തന്നെ വാട്സപ്പ് ചാനൽ അവർക്കുണ്ട്. അതിൽ കൂടുതൽ ഞാൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ ഡെയിലി അപ്ഡേഷൻസ് വരും. ഇതുപോലെ ഇത്തരത്തിലുള്ള കുറേയധികം സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേയധികം കൊളാബറേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഏതാണ്, നമ്മൾ ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണോ നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ ബേസിൽ നമ്മളത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ചിലർ ഫാമിലി വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നവരുണ്ടാവും, ചിലർ ഈ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സ് അങ്ങനത്തെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഏതാണോ കൊളാബറേഷൻസ് കിട്ടുന്നത് അത് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അവർ അതിൽ പറഞ്ഞിട്ടുള്ള റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മുടെ ചാനലിൽ പറ്റിയതാണെങ്കിൽ അതിനെ നമ്മൾ ബേസ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് മാത്രമല്ല, ഇപ്പം ഇങ്ങനെ നമുക്ക് കൊളാബറേഷൻസ് കിട്ടും കേട്ടോ. ഇതാണ് എനിക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത്, എന്നെ കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് വേണമെങ്കിൽ ബ്രാൻഡിനെ ഡയറക്റ്റായിട്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തേർഡ് പാർട്ടി വഴിയാണ് നമുക്ക് കൊളാബറേഷൻസ് കിട്ടുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ബ്രാൻഡിനെ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഇമെയിൽ അഡ്രസ്സ് അവൈലബിൾ ആയിരിക്കും. PR വേണ്ടിയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് അവരുടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് നമ്മൾ ഒരു ഫോമാറ്റ് നമ്മൾ തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് മെയിൽ അയക്കേണ്ട ഒരു ഫോമാറ്റ് നമ്മൾ തന്നെ ഫിക്സ് ചെയ്ത് വയ്ക്കുക. അത് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിന് ഫോമാറ്റ് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്ന രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമുക്ക് കൊളാബറേഷൻസ് കിട്ടും. നിങ്ങളുടെ ഒരു ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സെങ്കിലും മിനിമം, അതായത് സബ്സ്ക്രൈബേഴ്സിലല്ല, നിങ്ങൾക്ക് വ്യൂസ് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടും കൊളാബറേഷൻസ് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് കൊളാബറേഷൻസ് കിട്ടാൻ, അതായത് നമ്മൾ കുറച്ച് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം. നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത് വളരെയധികം കുറവാണ്. അത് നമ്മൾ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയ ചാനലാണെങ്കിൽ നമുക്ക് പെയ്ഡ് കൊളാബറേഷൻസ് ഒക്കെ കിട്ടും. അതൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ബാർട്ടർ കൊളാബറേഷൻസ് ആണ് എനിക്കും കൂടുതൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള കൊളാബറേഷൻസും കിട്ടും, പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള കൊളാബറേഷൻസ് കിട്ടും. അപ്പോൾ നമ്മുടെ മെയിൽ ഐഡിയിലേക്കാണ് കൂടുതലും ഇത്തരത്തിലുള്ള കൊളാബറേഷൻസ് ചിലപ്പോൾ നമുക്ക് അയക്കാം, അവർ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ അതിൽ ഫേക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കൊളാബറേഷൻ ഐഡിയ എന്തെങ്കിലും നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചാനൽ തന്നെ അടിച്ചു പോകും. സോ നമ്മളത് നേരെ നല്ല രീതിയിൽ ജെന്യൂൻ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു 8ന്റെ പണി തന്നെ കിട്ടും. സോ അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊളാബറേഷൻസ് ഒക്കെ ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്യാൻ. പിന്നെ ഒരു കൊളാബറേഷൻസ് എനിക്ക് ഇപ്പോൾ പറഞ്ഞു, ഞാൻ അതിൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ അതിൽ കിട്ടുമെന്നാണ് ഞാൻ നോക്കി പറഞ്ഞത്. ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ സെർച്ച് ചെയ്തപ്പോൾ MHS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേജിൽ പോയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലും കൊളാബറേഷൻസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള കൊളാബറേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തേർഡ് പാർട്ടിയിൽ നിന്ന് നമുക്ക് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വേണം അപ്രോച്ച് ചെയ്യാൻ. നിങ്ങൾ ഏത് കണ്ടന്റ് ആണോ നിങ്ങൾ ഇടുന്നത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പോയി സെർച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കൊളാബറേഷൻസ് കിട്ടുക. സോ ഇങ്ങനെയാണ് എനിക്ക് കൊളാബറേഷൻസ് കൂടുതൽ കിട്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് യൂസ്ഫുൾ ആവട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരാം. ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ഏതാണോ നല്ലൊരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയറും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.